എന്തിനു വേണ്ടിയാ നിങ്ങൾ എന്നെ വിവാഹം ചെയ്തു? പിന്മാറാൻ കാൽ പിടിക്കുമ്പോൾ കെഞ്ചിയതല്ല ഞാൻ. എന്തിനാ എന്റെ ജീവിതം നശിപ്പിച്ച്? എല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ? ആവണിയുടെ കണ്ണുകൾ കത്തിച്ചൊളിച്ച് ചുണ്ടുകൾ വിറകൊണ്ടു. ഒന്നും മിണ്ടാതെ നിമിഷങ്ങളോളം അവൻ അവളെ തന്നെ ഉറ്റുനോക്കി. നീ എന്തുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിച്ച്? നിന്നെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എനിക്ക്. എല്ലാം കേട്ട ശേഷം അവസാനം നിന്റെ ചോദ്യത്തിന് മറുപടി ഞാൻ തരാം. ഒന്നുകിൽ ഗണേശൻ കൊച്ചിന് തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിന് ഞാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ എന്റെ അമ്മയെ കൊന്നുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ എന്റെ അമ്മയെ ജീവനോട് വെച്ചേക്കില്ലെന്ന് പറഞ്ഞു. അതിന്റെ പിന്നിലെ കൊച്ചച്ഛന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വിവാഹത്തിന് സമ്മതം വേണ്ടി വന്നു. അച്ഛനക്ക് പോലും കൊച്ചച്ഛനെ തടയാൻ പറ്റില്ല. എന്തൊക്കെയോ ഗൂഢ ലക്ഷ്യത്തോടെ കൊച്ചച്ഛനെ ധൃതി പിടിച്ച് വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നെ ഭീഷണിപ്പെടുത്തിയ വിവരം മറ്റാരോടും പറയുന്നതും താക്കീതും ചെയ്തു. അതുകൊണ്ട് സുധിയേട്ടൻ പെണ്ണാണ് വന്നപ്പോൾ വിവാഹം മുടക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ആ സമയം അഖിലേഷേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്റെ വിവാഹാലോചനയായിട്ട് കൊച്ചച്ഛൻ വന്നപ്പോൾ എന്തുകൊണ്ട് നിന്റെ അമ്മ തീർത്തില്ല? മറ്റുള്ളവരായിട്ട് നിന്റെ വിവാഹം വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നല്ലേ? അതിനിടയിൽ ഞാൻ അച്ഛനെ കാണാൻ പോകുന്നു അമ്മ അറിഞ്ഞിരുന്നു. അതിന്റെ പേരിൽ അമ്മേനോട് ചൂടായപ്പോൾ അച്ഛനിൽ നിന്ന് ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ ചോദിച്ച് ഞാനും ബഹളം ഉണ്ടാക്കി. ആ കാരണം എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. അമ്മേനോട് പിണങ്ങിയ ദേഷ്യത്തിൽ ഞാൻ അച്ഛമ്മേന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് കൂട്ടായി താമസിപ്പിച്ചു. അതോടെ പ്രശ്നങ്ങൾ വഷളായി തുടങ്ങി. അമ്മ പൂർണ്ണമായിട്ട് എന്നെ അവഗണിച്ചു. ആ സമയം അച്ഛൻ ഒരു ആശ്വാസമായിരുന്നു. പിന്നീട് പതിയെ അച്ഛമ്മയുടെ പേര് പറഞ്ഞ് അച്ഛന്റെ സൗഹൃദങ്ങൾ വീട്ടിൽ വരാൻ തുടങ്ങി. സ്നേഹം ഭാവിച്ച് കൊച്ചച്ഛനടുത്ത് കൂടിയപ്പോൾ അത് ചതിയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയി. എനിക്ക് വേണ്ടി അവർ വിവാഹം അറിയിച്ചിരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അഖിലേഷേട്ടന്റെ കാര്യം അവരോട് പറഞ്ഞു. പക്ഷേ കൊച്ചച്ഛനോട് പൊട്ടിത്തെറിച്ച്. ഞാൻ സമ്മതിക്കാതെ വന്നപ്പോഴാണ് കപട സ്നേഹത്തിന് ഭീഷണിയുടെ സ്വരം വന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നിർബന്ധിക്കണമെന്ന് പറഞ്ഞ അച്ഛനെ പോലും കൊച്ചച്ഛൻ ചീത്ത പറഞ്ഞു. അച്ഛന്റെ വീട്ടുകാരോട് ലോഹ്യമാകുകയും അച്ഛനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നല്ല അമ്മയെ നല്ലോണം ചൊടിപ്പിച്ചു. പിന്നീട് അമ്മേനോട് മിണ്ടാതെയായി. അത് അവർക്കും കോളായി. എന്റെ കാര്യത്തിൽ അങ്ങനെ അവരെല്ലാവരും കൂടി തീരുമാനമെടുക്കാൻ തുടങ്ങി. കാര്യങ്ങൾ എന്റെ കൈവിട്ടുപോയി. ആകെ ആശ്വാസം അച്ഛമ്മയായിരുന്നു. പക്ഷെ ആ പാദത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ഇഷ്ടമായി പിന്നെന്തിനാ താൻ അച്ഛമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്? അവരോട് എന്തിനാ മിണ്ടാൻ പോയത്? അമ്മ അറിയാതെ അച്ഛമ്മ എന്നെ ഇടയ്ക്കൊന്ന് കാണുമായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നെയും അച്ഛനെയും അച്ഛമ്മയിൽ നകറ്റിയത് അമ്മയാണ്. എന്നാൽ ഇന്നും അമ്മയോട് അച്ഛനക്ക് ഒരു ദേഷ്യമെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. എന്തിനായിരുന്നു അമ്മയെ ചെയ്തതെന്ന് ചോദിച്ചാൽ നിർബന്ധിച്ചപ്പോൾ അച്ഛമ്മ ഒരു രഹസ്യനോട് പറഞ്ഞു. ഒരിക്കലും ആ രഹസ്യം ഞാൻ അറിയതെന്ന് കരുതിയ അമ്മ അവരേക്ക് അകറ്റിയെത്തിയെന്നും പറഞ്ഞു. ആ കാരണം പറഞ്ഞ ഞാൻ അമ്മയോട് വഴക്കായത്. എന്തായിരുന്നു അച്ഛൻ പറഞ്ഞ ആ രഹസ്യം? സുധീഷ് ഇടയിൽ കയറി ചോദിച്ചു. ഇല്ല, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അച്ഛനെയും അമ്മയെ ഒരുമിപ്പിക്കുന്ന എനിക്ക് ആഗ്രഹം തോന്നി. ഗണേശൻ കൊച്ചച്ഛന്റെ ഭാര്യ അച്ഛനക്ക് ഒരു നേരം വിശ്രമം കൊടുക്കില്ലെന്നും അവിടെ ഭയങ്കര കഷ്ടപ്പാടെന്ന് കേട്ടപ്പോഴാണ് ഞാൻ അച്ഛമ്മയോട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ വിവാഹം വരെ എത്തുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. എനിക്ക് എന്റെ അമ്മയും വേണമായിരുന്നു, അച്ഛമ്മയും വേണമായിരുന്നു. എന്റെ അച്ഛനെ പ്രസവിച്ച സ്ത്രീയല്ലേ. ഞാൻ കല്യാണം കഴിഞ്ഞ പോലും അമ്മ തനിച്ചാകരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച വഴിക്കല്ല പോയത്. നിന്റെ അമ്മയുടെ വീട്ടുകാരൊന്നും ഇടപെട്ടില്ലേ? അവിടേക്ക് എവിടെ പോയി? എന്റെ അമ്മ ഒറ്റ മകളായിരുന്നു. അപ്പൂപ്പിന്റെ അമ്മൂമ്മയുടെ മരണത്തോടെ അമ്മയുടെ ബന്ധുക്കളായിട്ട് അടുപ്പം തീരെ ഇല്ലാതായി. എന്നെ നമുക്ക് ആരോടും മിണ്ടുന്നോ ബന്ധുക്കൾ വീട്ടിൽ വരുന്ന ഒന്നും തന്നെ ഇഷ്ടമല്ല. അമ്മ ആരോടും അധികം മിണ്ടാറില്ല. എന്നോട് പോലും അമ്മ ഒരു തമാശ പറഞ്ഞിട്ട് ഓർമ്മയില്ല. എന്നിൽ നിന്ന് പോലും അമ്മ ഒരു അകലം പാലിച്ചിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അതെന്താ തൻ്റെ അമ്മ അങ്ങനെ? താനവിടെ മോളല്ലേ? അവൻ തമാശ രൂപേണ ചോദിച്ചു. സുധിയുടെ അപ്രതീക്ഷിത ചോദ്യം അവളെ ഞെട്ടിച്ചു. മുഖത്ത് വന്ന ഭാവമാറ്റം അവൻ കാണാതിരിക്കാൻ അവൾ മുഖം വെട്ടിച്ചു. അമ്മയുടെ സ്വഭാവം പണ്ടേ അങ്ങനെയാണ്. ആവണി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അപ്പോഴാണ് എന്തോ ഓർത്തിട്ടെന്ന പോലെ സുധീഷ് അവളോട് മറ്റൊരു കാര്യം ചോദിച്ചു. അല്ല ആവണി, താൻ അച്ഛനെ പറ്റി പറഞ്ഞില്ലല്ലോ. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ ശ്രീനിവാസൻ. അമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട അച്ഛൻ അച്ഛന്റെ വീട്ടുകാരുടെ എതിർപ്പ് വാങ്ങിച്ചുകൊണ്ട് അമ്മയുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ എന്റെ അമ്മയെ വിവാഹം ചെയ്യായിരുന്നു. വിവാഹശേഷം അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. അമ്മയും കൊണ്ട് വേറെ വീടെടുത്ത് മാറി താമസിച്ചു. അച്ഛന് ബിസിനസ്സായിരുന്നു. അമ്മയും അച്ഛനും ഞാനടങ്ങുന്ന സന്തുഷ്ട കുടുംബം. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് അച്ഛൻ കിടപ്പിലായത്. പിന്നെ ബിസിനസ് കാര്യങ്ങളിൽ അമ്മ നോക്കി നടത്താൻ തുടങ്ങി. അതേസമയം അമ്മയുടെ ബന്ധുക്കൾ അച്ഛനെ ഉപേക്ഷിക്കാനും വേറെ വിവാഹം കഴിക്കാനും അമ്മയെ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അന്ന് അമ്മക്ക് വയസ്സ് 25. അച്ഛനല്ലാതെ വേറൊരു പുരുഷൻ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് അമ്മ തീർത്തു പറഞ്ഞു. അതോടെ അമ്മയുടെ വീട്ടുകാരായിട്ടുള്ള ബന്ധം മുറിഞ്ഞു. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ പെട്ടെന്നുണ്ടായ ശ്വാസതടസ്സം കാരണം അച്ഛൻ മരണമടഞ്ഞു. പിന്നീട് ഞാനും അമ്മയും മാത്രമായി. സ്വത്ത് മോഹിച്ച് പലരും അടുത്തുകൂടാൻ തുടങ്ങി. അമ്മ എല്ലാവരെയും ആട്ടിപ്പായിച്ചു. ഇടയ്ക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും കാണാൻ വരും. ഒടുവിൽ അപ്പൂപ്പന്റെ മരണത്തോടെ അമ്മൂമ്മ ഞങ്ങളുടെ കൂടെയായി താമസം. അങ്ങനെ എനിക്ക് എപ്പോഴും കൂട്ടായി അമ്മൂമ്മ ഉണ്ടായിരുന്നു. വീട്ടിൽ ഒറ്റപ്പെടൽ മാറിക്കിട്ടി. രാത്രി കഥകൾ പറഞ്ഞുറക്കാനും എനിക്ക് കുറുമ്പ് കാണിക്കാനൊക്കെ അമ്മൂമ്മയായിരുന്നു കൂട്ട്. അമ്മ എപ്പോഴും സീരിയസ് ആണ്. എന്നോട് പോലും സംസാരം തീരെ കുറവായിരുന്നു. അച്ഛൻ്റെ മരണത്തോടെയാണ് അമ്മ ഇങ്ങനെ മാറിയത്. ബിസിനസ് കാര്യങ്ങൾ മറ്റുമായി അമ്മ എപ്പോഴും തിരക്കിലായിരുന്നു. എന്നാൽ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അമ്മ ബിസിനസ് കൈകാര്യം ചെയ്തു പോകുന്നു. ഞാൻ +2 നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മൂമ്മയുടെ പെട്ടെന്നുള്ള മരണം. അതോടെ ഞാൻ വീണ്ടും ഒറ്റക്കായി. സങ്കടം പറയാനോ സന്തോഷം പങ്കുവെക്കാനോ അമ്മൂമ്മയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായി അഖിലേഷേട്ടൻ കടന്നു വരുന്നു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ കൂടെ പഠിച്ച അഖിലയുടെ ചേട്ടൻ അഖിലേഷിനെ ഞാൻ പരിചയപ്പെടുന്നു. ആ പരിചയം പിന്നീട് പ്രണയമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. 3 വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ് അഖിലേഷേട്ടൻ SI എക്സാം പാസ്സാവുന്നു. ഫിസിക്കലും പാസ്സായി സെലക്ഷൻ കിട്ടുന്നു. ട്രെയിനിങ്ങിന് പോകേണ്ട സമയമായപ്പോൾ വീട്ടിൽ വന്ന് അമ്മയോട് സംസാരിച്ച് കാര്യങ്ങൾ ഉറപ്പിക്കാൻ ഞാൻ പറഞ്ഞു. അമ്മക്ക് അഖിലേഷേട്ടൻ ഇഷ്ടമാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ട്രെയിനിങ്ങിന് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഏട്ടൻ അമ്മയെ വന്നിങ്ങോട്ട് സംസാരിച്ച്. അമ്മയ്ക്ക് ഏട്ടന് ഇഷ്ടമായി. ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെയും കൂട്ടി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഏട്ടൻ പോയി.
അച്ഛനുണ്ടായിരുന്ന സമയം അമ്മയേക്കാൾ അച്ഛനായിരുന്നു എന്നോട് സ്നേഹം കൂടുതൽ. അമ്മ കൂടുതൽ സ്നേഹിച്ച അച്ഛനെയായിരുന്നു. അച്ഛനെ വന്ന ശേഷവും അങ്ങനെ തന്നെയായിരുന്നു. എന്നോടൊപ്പവും ദേഷ്യപ്പെടുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്ക് പറയുന്ന അമ്മയാണ് ചെറുപ്പം തൊട്ട് ഞാൻ കാണുന്നു. അമ്മയുടെ ഒരു വിഷമം അമ്മ എന്നോട് പറയായിരുന്നില്ല. കഥ കടിച്ചിരുന്ന അച്ഛൻ്റെ ഫോട്ടോ നോക്കി അമ്മ സങ്കടം പറഞ്ഞ് കരയും. കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ വീട്ടുകാരോട് അധികം അടുപ്പം വയ്ക്കാൻ അമ്മ സമ്മതിക്കില്ലായിരുന്നു. കാരണം ചോദിച്ചാൽ അമ്മ ഒന്നും പറയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം അച്ഛൻ എന്നെ അന്വേഷിച്ചു വരുന്നത്. അമ്മ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു വന്നത്. എന്നോട് കുറേ നേരം സംസാരിച്ചിരുന്നു. ഇടയ്ക്ക് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറഞ്ഞു. അമ്മക്ക് അച്ഛനെയും അവിടുന്ന് ആരെങ്കിലും വരുന്നോ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എന്നെ കാണാൻ വരാത്തതെന്നും എന്റെ കാര്യങ്ങളെല്ലാം അച്ഛൻ അറിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അമ്മൂമ്മയുടെ കുറവ് നികത്താൻ അച്ഛന് കൂട്ടായി. അമ്മ അറിയാതെ ഞാൻ അച്ഛനെ കാണാൻ പോകുമായിരുന്നു. എന്റെ അമ്മൂമ്മയെ പോലെ തന്നെ അവരെയും ഞാൻ കണ്ടു. പക്ഷെ അക്കാര്യങ്ങൾ അമ്മ അറിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പിന്നീടാണ് ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായത്. കൊച്ചച്ഛൻ കാരണം ഞാൻ അമ്മയും തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചു. കാര്യങ്ങൾ അമ്മയോട് പറയാൻ പലതവണ ശ്രമിച്ചെങ്കിലും അമ്മ എന്റെ മുന്നിൽ പോലും വരാതെ വഴിമാറിപ്പോയി. അപ്പൊ ഇതായിരുന്നു നടന്നോക്കെ അല്ലേ? എല്ലാം കേട്ടതിന് ശേഷം സുധീഷ് ചോദിച്ചു. മറ്റൊരാളായിട്ട് ഞാൻ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാതിരുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നില്ലേ? ഇനിയെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ആവണിയുടെ ചോദ്യം കേട്ട് അവനൊന്ന് മന്ദഹസിച്ചു. മാതൃകാ ദമ്പതിമാരെ പോലെ സന്തുഷ്ട കുടുംബജീവൻ നയിക്കാനുള്ള മോഹം കൊണ്ടൊന്നല്ല നിന്നെ ആ വിവാഹം കഴിച്ച്. പേരിനൊരു വിവാഹബന്ധം അത്യാവശ്യമായിരുന്നു. എന്റെ അമ്മയുടെ നിർബന്ധമായിരുന്നു എന്നെ വിവാഹം കഴിച്ചൊന്ന് കാണാൻ. നിന്റെ ആലോചന കൊണ്ട് അമ്മ വന്നപ്പോൾ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയാ പെണ്ണ് കാണാമെന്ന്. നിന്നെ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നീ തന്നെയാണ് ബെറ്ററെന്ന്. മറ്റൊരാളെ സ്നേഹിച്ച് നിനക്കെന്തായാലും എന്നെ ഭർത്താവായി കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് വേണ്ടതും അത് തന്നെയാണ്. എന്തായാലും എന്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കൊരു വിവാഹം ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കുടുംബജീവൻ നയിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ട് ആദ്യം ചൂണ്ടിക്കാണിച്ച പെണ്ണിനെ തന്നെ ഞാൻ കെട്ടി. നിന്റെ പാസ്റ്റ് എനിക്കൊരു പ്രശ്നമില്ല. ഞാനായിട്ട് നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. എന്നെയും നീ എന്റെ വഴിക്ക് വിടണം. മറ്റുള്ളവരുടെ മുമ്പിൽ അടക്കമൊതുക്കുള്ള നല്ലൊരു ഭാര്യയായിട്ട് മാത്രം നീ നിന്നാൽ മതി. അവനുമായിട്ട് വിവാഹം വാക്ക് പറഞ്ഞു വെച്ചെന്നും ഇവിടെ എന്റെ അച്ഛനെ നമുക്ക് ആർക്കും അറിയില്ല. നിന്റെ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സോ അതൊന്നും ഇവിടെ ആരും അറിയിച്ച് നീയായിട്ട് നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്ന നിനക്ക് നല്ലത്. ഇവിടെ ഒന്നിനൊരു കുറവ് നിനക്കുണ്ടാവില്ല. സുധീഷിന്റെ വാക്കുകൾ ആവണിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് എന്നെതിരാ മര്യാദാക്കിയത്. വെറുതെ പേരിന് വിവാഹം കഴിക്കാനെങ്കിൽ എന്തിന് നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു? വേറെ ആരെങ്കിലും കെട്ടിയ പോരായിരുന്നു. ഏതൊരു പെണ്ണിനെ പോലെ വിവാഹ ജീവിതത്തെ പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. നല്ലൊരു കുടുംബജീവിതം ഞാനും ആഗ്രഹിച്ചിരുന്നു. അതിലൊരു നിമിഷം കൊണ്ട് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞില്ലേ? കൊച്ചച്ഛന്റെ ഭീഷണിക്ക് വഴങ്ങി വിവാഹത്തിന് സമ്മതം പോകുമ്പോൾ എന്റെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളായിരുന്നു. നിങ്ങൾ മാത്രം. അവസാന നിമിഷങ്ങൾ നിങ്ങൾ പിന്മാറുന്ന പ്രതീക്ഷ നിങ്ങൾക്കൊപ്പം കതിർമണ്ഡലത്തിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയുടെ മുന്നിലേക്ക് ഓടിച്ചെന്ന സത്യങ്ങൾ വിളിച്ചു പറയണമെന്ന് മനസ്സിൽ കരുതിയ ഞാൻ ആ നിമിഷങ്ങൾ സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ നിങ്ങൾ കരുതി കൂട്ടിയെ ചരിക്കുമായിരുന്നില്ലേ? എന്റെ ജീവിതം വേണമായിരുന്നു നിങ്ങൾക്ക് തട്ടിക്കളിക്കാൻ. നിങ്ങൾ കാരണം ഞാനിതൊരു വഞ്ചികയായി മാറി. സത്യങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ അമ്മയുടെ മുന്നിലും ഞാൻ തെറ്റുകാരിയായി മാറി. 2 ദിവസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞിരുന്ന അഖിലേഷന്റെ മുമ്പിൽ ഞാൻ ചതിക്കപ്പെട്ടവളാവും. നിങ്ങൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ അഖിലേഷനെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്ത് തെറ്റാണ് ഞാൻ ചെയ്ത്? എന്റെ ഉടനെ ഈ ക്രൂരത കാണിച്ച് പറ. അവൾ സുധീഷിന്റെ കോളർ പിടിച്ച് ഉലച്ചു. ദേഷ്യവും സങ്കടവും കാരണം അവളുടെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകൾ നിറഞ്ഞു വന്ന് ഒച്ചയിടറി. പ്രതികാരം. സ്വരം കടുപ്പിച്ചുകൊണ്ട് സുധി പറഞ്ഞു. സുധീഷിന്റെ വാക്കുകൾ കേട്ട് ആവണി ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ കൈകളായിരുന്നു ദുർബലമായി. പ്രതികാരം? എന്നോട് പ്രതികാരം തോന്നാൻ മാത്രം നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹ ചെയ്ത്? പൊട്ടിത്തെറിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. സുധീഷിന്റെ ചുണ്ടിൽ ഒരു പരിഹാസ്യം മിന്നി. അത് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് നിന്റേതായ സ്വകാര്യതകൾ ഉള്ളതുപോലെ എനിക്ക് എന്റേതായ ചില സ്വകാര്യതകളുണ്ട്. അപ്പൊ മനഃപൂർവ്വം എന്നെ ചതിച്ചാണല്ലേ നിങ്ങൾ? അതെ, മനഃപൂർവ്വം തന്നെയാ നിന്നെ ഞാൻ വിവാഹം ചെയ്തു. ആ കാരണം നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. സുധീഷ് വേഗം എഴുതിയിട്ട് ഡോറിന് പുറത്തേക്ക് പോയി. ഒന്നും മനസ്സിലാവാതെ ആവണി സ്തംഭിച്ചിരുന്നു. ആരോടുള്ള പ്രതികാരം തീർക്കാനാണ് ഇയാൾ എന്നെ കരുവാക്കിയത്? ഞാൻ എന്ത് തെറ്റിയതു? അവൾ സ്വയം ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. അവൾ എഴുന്നേറ്റ് പതിയെ ചെന്ന് ഡോർ നോക്കി. അല്പം മാറിയെന്ന് ശബ്ദം അടക്കി പിടിച്ച് ഫോണിൽ സംസാരിക്കുന്ന സുധീഷിനെ കണ്ട് അവൾ ഞെട്ടി. ഈ രാത്രി ഇയാൾ ആരോട് സംസാരിക്കുന്നു? ഇരുട്ടായതിനാൽ അവന്റെ മുഖഭാവം അവൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വിവാഹത്തിന് പിന്നിലുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും അത് കണ്ടെത്തണം. ആരോടുള്ള പ്രതികാരം തീർക്കാനാണ് സുധീഷിന്റെ കഴുത്തിൽ താലി ചാർത്തിയെന്ന് എനിക്ക് കണ്ടെത്തണം. എന്റെ മനസ്സാക്ഷിയോടെങ്കിലും ബോധിപ്പിക്കാൻ എനിക്കിതിന് പിന്നിലെ ദുരൂഹതകൾ കണ്ടെത്തിയേ മതിയാവും. ആവണി മനസ്സിൽ ചില തീരുമാനങ്ങൾ കൈകൊണ്ട് അകത്തേക്ക് പോയി. കിടക്കയിലേക്ക് വീണു അവൾ ഹൃദയം തുറന്ന് പൊട്ടിക്കരഞ്ഞു. അഖിലേഷിന്റെ കാര്യം ഓർത്തപ്പോൾ ആവണിക്ക് സങ്കടം സഹിക്കാനായില്ല. തലയിണയിൽ മുഖം പൂഴ്ത്തി ആവണി വിങ്ങി വിങ്ങി കരഞ്ഞു. അപ്പോഴാണ് ഡോർ തുറന്ന് സുധീഷ് അകത്തേക്ക് കയറി വന്നു. അവൻ മുറിയിൽ കയറി കഥ കടിച്ച് അടുത്തുവന്ന് കിടക്കുന്നവൾ അറിഞ്ഞു. തേങ്ങടക്കാൻ അവൾ നന്നേ പാടുപെട്ടു. സുധീഷ് ആവണിയെ പാടി നോക്കി. അവളുടെ ശരീരം നിറകൊള്ളുന്നു ബെഡ്റൂമിലെ നേരത്തെ അരണ്ട വെളിച്ചത്തിൽ അവൻ കണ്ടു. സുധിയുടെ ചുണ്ടിൽ ഒരു വിജയമന്ദഹാസം മിന്നി മറഞ്ഞു. ആവണി എപ്പോൾ ഹൃദയം പൊട്ടി കരയുകയാണെന്ന് അവന് മനസ്സിലായി. അവളുടെ ആ ഹൃദയവേദന ആസ്വദിച്ചുകൊണ്ട് സുധീഷ് കണ്ണുകളടച്ചു. കരഞ്ഞു തളർന്ന ആവണി എപ്പോഴോ ഉറങ്ങി. ആവണി രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമയം ഏറെ വൈകിയിരുന്നു. അരികിൽ സുധീഷ് സുഖമായിട്ട് ഉറങ്ങുന്നു അവൾ ഒരു നിമിഷം നോക്കിയിരുന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 7:30 കഴിഞ്ഞിരുന്നു. ആവണി വേഗം എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു. സോഫയിൽ നിന്ന് പത്രം വായിക്കായിരുന്നു സുധീഷിന്റെ അച്ഛൻ സുധാകരൻ. ആവണി സ്റ്റെപ്പറിംഗ് വരുന്ന കണ്ടപ്പോൾ നിറഞ്ഞ ചിരിയോട് അദ്ദേഹം ചോദിച്ചു. ആഹാ, മോള് നേരത്തെ എഴുന്നേറ്റോ? ക്ഷീണുണ്ടെങ്കിൽ കുറച്ചേരം കൂടി കിടക്കായിരുന്നില്ലേ? അയ്യോ, ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റായില്ല അച്ഛാ, ക്ഷീണമൊന്നുമില്ല, അവൾ ചിരിയോടെ പറഞ്ഞു. കൈയുടെ വേദന കുറവുണ്ടോ മോളെ? ഇടയ്ക്ക് ഇച്ചിരി വേദനയുണ്ട്, എന്നാലും സാരമില്ല. അവർ സംസാരിച്ചു നിൽക്കുകയാണ് കിച്ചണിൽ നിന്ന് ഗീത അവിടേക്ക് വന്ന്.
മോൾ എണീറ്റോ? കിടന്നോട്ടേന്ന് വിചാരിച്ചിട്ടാ വിളിക്കാണ്ടിരുന്നേ. അത് പിന്നെ അമ്മയെ രാത്രി ഉറങ്ങിയപ്പോൾ നേരം വൈകി, അത് ഉണരാൻ വൈകിയത്. വീട്ടിൽ ഞാൻ 6:30 എണീക്കാറുണ്ട്. വിളറിയ ചിരിയോട് അവൾ പറഞ്ഞു. സുധി എന്തായാലും 8 കഴിയാതെ എണീക്കില്ല. ഉണർന്ന ബെഡ് കോഫി നിർബന്ധ, ഗീത പറഞ്ഞു. ആവണി ഹാളിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 8 ആവാറായിരിക്കുന്നു. അത് ശ്രദ്ധിച്ചിട്ടെന്ന പോലെ ഗീത പറഞ്ഞു. മോള് കിച്ചണിലേക്ക് ചെല്ലും, അവിടെ കോഫിക്ക് റെഡി ആയിട്ടുണ്ട്, അത് കൊണ്ടുപോയി സുധിക്ക് കൊടുക്ക്. ശരിയമ്മേ. ആവണി നേരെ കിച്ചണിലേക്ക് നടന്നു. വിവാഹം കൂടാമെന്ന ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ എല്ലാവരും വീട്ടിൽ തങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ സ്ത്രീജനങ്ങളെല്ലാവരും പ്രാതലൊരുക്കാനും ഉച്ചക്കുള്ള ഊണിന് വേണ്ട ഒരുക്കങ്ങളായിരുന്നു കിച്ചണിൽ. ഒരു ബഹളം തന്നെയായിരുന്നു അവിടെ. അറച്ചറച്ചാണ് ആവണി അവിടേക്ക് ചെന്നത്. അവളെ കണ്ടത് കിച്ചണിൽ ഒരു നിശബ്ദത പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം ആവണിൽ തങ്ങി നിന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു. അകാരണമായൊരു ഭയം അവളിൽ തിങ്ങി നിറഞ്ഞു. ഇത്തിരി പ്രായം ചെന്ന സ്ത്രീകൾ അവളെ അടിമുടി നോക്കി അടുത്തുന്നവരോട് പിറുപിറുത്തു. ആവടിയെ നോക്കി അവർ അർത്ഥം ചിരിച്ചു. അവൾക്ക് എന്നുമില്ലാതെ ജാളിയോ തോന്നി. ഉള്ളിൽ തികട്ടി വന്ന പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി അവൾ ചിരിച്ചു. എന്തിനോ വേണ്ടി അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. അപ്പോഴേക്ക് അവിടേക്ക് ഗീത വന്നു. മോളെന്താ ഇവിടെ തന്നെ നിന്നിളഞ്ഞ്? ആശ്വാസത്തോടെ അവൾ ഗീതയെ നോക്കി. അത് പിന്നെ അമ്മയെ വാക്കുകൾ കിട്ടാതെ അവൾ തപ്പിത്തടഞ്ഞു. ഇവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു വേണ്ട, ആരും നിന്നെ വഴക്ക് പറയുന്ന പേടിയൊന്നും വേണ്ട, ഇവരൊക്കെ നിന്റെയും കൂടി ബന്ധുക്കളാ. സുധീഷിന്റെ അമ്മ ഗീത ഓരോരുത്തരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ശേഷം അവർ ഒരു കപ്പ് കാപ്പി എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. മോളിത് കൊണ്ടുപോയിട്ട് അവന് കൊടുക്ക്, എന്നിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് താഴേക്ക് വന്നാൽ മതി, അപ്പോഴേക്കും പ്രാരൽ റെഡിയാവും. സിരിയോട് ഗീത പറഞ്ഞു. ആ ശരിയമ്മേ. ഗീതക്ക് മരുമോളോട് ഭയങ്കര സ്നേഹമാണല്ലോ, ഇനി നമ്മളെയൊന്നും വേണ്ട, മരുമോള് മതി. സുധാകരന്റെ സഹോദരി ഗിരിജ പറഞ്ഞു. അവിടെ ഒരു കൂട്ടിച്ചിരി മുഴങ്ങി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ മതിയെന്ന് അവനിക്ക് തോന്നി. എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവനി സുധിക്കുള്ള കോഫിയുമായി മുകളിലേക്ക് നടന്നു. കോഫിയുമായി അവൾ ചെല്ലുമ്പോൾ സുധീഷ് ബാത്റൂമിലായിരുന്നു. കാപ്പിക്കപ്പ് മേശപ്പുറത്ത് വെച്ച ശേഷം അവൾ ഡോർ തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടുന്ന് നോക്കിയാൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കാണാം. റോഡിലേക്ക് കണ്ണു നട്ട് ചിന്തകളിൽ മുഴുകി ആവണി നിന്നു. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് സുധീഷ് വന്നു. മേശപ്പുറത്തിരുന്ന ചായക്കപ്പം കണ്ടു. സുധീഷ് കപ്പ് കയ്യിലെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് വന്നു. സുധീഷ് അരികെ വന്നൊന്നും ആവണി അറിഞ്ഞില്ല. അവളുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത് അഖിലേഷിന്റെ മുഖം മാത്രമായിരുന്നു. താനെന്താവണി സ്വപ്നം കാണുവാണോ? മുരടനക്കിക്കൊണ്ട് സുധീഷ് ചോദിച്ചു. ആവണി ഞെട്ടി പിന്തിരിഞ്ഞു. സുധീഷ് ഒഴിഞ്ഞ ചായക്കപ്പ് അവിടെ നിൽക്ക് നീട്ടി. യാന്ത്രികമായി അവളത് വാങ്ങി. എനിക്ക് ആ ഫോണിൽ വേണമായിരുന്നു, മടിച്ചു മടിച്ച് ആവണി പറഞ്ഞു. എന്തിനാ? സുധി ചോദ്യപാത്രത്തിൽ അവൾ നോക്കി. അഖിലേഷേട്ടനെ വിളിക്കാണ്, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയാം. അല്പം പേടിയോട് അവൾ പറഞ്ഞു. ഒന്ന് നീട്ടിമുളിക്കൊണ്ട് അവൻ അകത്ത് പോയി ഫോൺ എടുത്തുകൊണ്ട് വന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. വെറു കൈകളോടെ ആവണി ഫോൺ വാങ്ങി. അഖിലേഷിനെ നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ അവളുടെ ഉള്ളം വിറവുണ്ട്. ശ്വാസം നിലച്ചു പോകുമ്പോൾ തോന്നി അവൾക്ക്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അഖിലേഷ് ട്രെയിനിങ്ങിനായിട്ടില്ല, കോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. രണ്ടും കൽപ്പിച്ച് ആവണി അഖിലേഷിന്റെ നമ്പറിലേക്ക് കോൾ അയച്ചു. അഖിലേഷ് പറഞ്ഞ പ്രകാരം ട്രെയിനിങ് പീരീഡ് തീരേണ്ട ദിവസം കഴിഞ്ഞു. സുധീഷ് അവളെ നോക്കിയ ശേഷം അകത്തേക്ക് അയറിപ്പോയി. ആവണി ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു. മറുതൽക്ക് റിങ്ങിയിട്ട് തുടങ്ങിയപ്പോൾ അവളുടെ ഉടൽ വിറച്ച്. ഒരുതരം അറിയിപ്പ് അവളുടെ ശരീരത്തിലാകമാനം പടർന്നു. പെട്ടെന്നാണ് അഖിലേഷിന്റെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞത്. ഹലോ. ഒരു നിമിഷം എന്ത് പറയുമെന്നറിയാതെ ആവണി തരിച്ചു നിന്നു. ഹലോ, ആരാണ്? അഖിലേഷ് വീണ്ടും ചോദിച്ചു. അഖിലേഷ് ഏട്ടാ. വിതുമ്പിലോട് ആവണി വിളിച്ചു. അവളുടെ ശബ്ദം അഖിലേഷ് തിരിച്ചറിഞ്ഞു. ആവണി, നീയായിരുന്നു? ഇതേ നമ്പര്? നിന്റെ ഫോണിൽ ഞാൻ എത്രതാണ് വിളിച്ചു? ഏട്ടാ, ഏട്ടനിപ്പോ എവിടെയാ? ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു, നാളെ രാവിലെ എത്തും. നിന്റെ ഫോണിന്റെ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത് കുറെ നേരത്തെ ഞാൻ ട്രൈ ചെയ്യുന്നു. നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ? അവനോട് എന്ത് മറുപടി വേണമെന്നറിയാതെ ആവണി തീച്ചുള്ളിലെന്ന പോലെ വെന്തുരുകി. ഹലോ, ആവണി കേൾക്കുന്നുണ്ടോ? അവൾ തളർച്ചയോടെ മൂളി. നിനക്ക് എന്ത് പറ്റി മോള്? ശബ്ദം വല്ലാണ്ടിരിക്കുന്നു. ഇത് ആരുടെ നമ്പരാ? ഇത് എന്റെ നമ്പരല്ല, എന്റെ ഫോൺ കൊച്ചച്ഛൻ എറിഞ്ഞൊളിച്ച് കളഞ്ഞു. അത്രയും പറഞ്ഞതും ആവണി വിങ്ങിപ്പൊട്ടി കരഞ്ഞുപോയി. എന്തിനാ? എന്തുണ്ടായി? നീ നിനക്ക് അറിയുന്നു? ആദ്യയോട് അഖിലേഷ് ചോദിച്ചു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അഖിലേഷേട്ടൻ ക്ഷമയോട് കേൾക്കണം. കരച്ചിലടക്കവൾ പറഞ്ഞു. ഇന്നലെ എന്റെ വിവാഹം മറ്റൊരാളായിട്ട് കഴിഞ്ഞു. ഈ നമ്പർ സുധീഷിന്റെ. എന്നെ വിവാഹം കഴിച്ച സുധീഷ. ആവണി! ഞെട്ടലോട് അഖിലേഷ് വിളിച്ചു. സത്യം ഞാൻ പറഞ്ഞു, ഇന്നലെയായിരുന്നു എന്റെ വിവാഹം. അവന് നീ തമാശ പറയുന്നു, വെറുതെ ഇങ്ങനെയൊന്നും പറഞ്ഞ് ടെൻഷൻ ആക്കില്ല മോളെ. അവന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറയാൻ തുടങ്ങി സുധീഷ് അവിടേക്ക് വന്നു. ആവണി അഖിലേഷിനോട് പറയുന്നല്ല മറിഞ്ഞതുകൊണ്ട് സുധീഷും കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ പൊട്ടിക്കറിയുന്ന ആവണിയെ നോക്കി. പെട്ടെന്ന് അവൻ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ചെവിയിലേക്ക് ചേർത്തു. ഹലോ. പെട്ടെന്ന് ഫോണിൽ കൂടി പുരുഷസ്വരം കേട്ടപ്പോൾ അഖിലേഷ് നടുങ്ങി. നിങ്ങൾ ആരാ? അഖിലേഷ് ചോദിച്ചു. ഞാൻ ആവണിയുടെ ഹസ്ബൻഡ് സുധീഷ്. തന്റെ കാര്യങ്ങളൊക്കെ പിന്നാളാൻ ചെന്ന സമയം തന്നെ ആവണി പറഞ്ഞിരുന്നു. ഇന്നലായിരുന്നു ഞങ്ങളുടെ വിവാഹം. അഖിലേഷിനെ അറിയിക്കാൻ പറ്റില്ല അവൾക്ക്, അതുകൊണ്ടാണ് ഈ പോലീസ് പറഞ്ഞു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ അഖിലേഷ് പറഞ്ഞു. തെളിവ് തരാം, ഞങ്ങളുടെ വെഡിങ് ഫോട്ടോസ് വാട്സാപ്പ് ചെയ്യാം. ഇതന്നല്ലേ തന്റെ വാട്സാപ്പ് നമ്പർ? സുധീഷ് കൂസെന്നെ ചോദിച്ചു. അതെ, ദുർബലമായ സ്വരത്തിൽ അഖിലേഷ് പറഞ്ഞു. ഇപ്പൊ തന്നെ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം. പിന്നെ നാളെ ഞാൻ റിസപ്ഷൻ വെച്ചിരിക്കുന്നു, എന്തായാലും വരണം. നാളെ നാട്ടിലെത്തുന്ന ആവണി പറഞ്ഞിരുന്നു. കേട്ടതെല്ലാം സത്യമാണെങ്കിൽ ഞാൻ വരും. സുധീഷ് കോൾ കെട്ടിയ ശേഷം അഖിലേഷ് നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ട് വാട്സാപ്പ് ഓപ്പൺ ആക്കി. എല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ ആവണിക്ക് കഴിഞ്ഞുള്ളൂ. തളർച്ചയോടെ അവൾ ഭിത്തിയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും നീർക്കണങ്ങൾ പൊഴിഞ്ഞു. സുധീഷ് കുറച്ച് വെഡിങ് ഫോട്ടോസും കൂടെ യുവാക്ഷര കത്തും അഖിലേഷിന്റെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുത്തു. അഖിലേഷ് അത് കണ്ടുവന്നവന് മനസ്സിലായി. അല്പനേരം കഴിഞ്ഞപ്പോൾ സുധീഷ് പ്രതീക്ഷിച്ച പോലെ തന്നെ അഖിലേഷിന്റെ കോൾ വന്നു. ഫോൺ സ്പീക്കറിട്ട് ശേഷം സുധി കോൾ എടുത്തു.
ഹലോ അഖിലേഷ്, ഫോട്ടോസ് കണ്ടോ? കണ്ടു, ഇപ്പോൾ വിശ്വാസമായി. എന്തായാലും നാളെ റിസപ്ഷൻ വരണം. വരും, തീർച്ചയായും വരും. ആവണിന്ന് ഫോൺ എടുക്കോ, എങ്ങനെ സംസാരിക്കണമായിരുന്നു. അഖിലേഷിന്റെ ഇടറി സ്വരം സുധീഷ് കേട്ടു. ആവണി പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്കും ഫോണിലേക്ക് നോക്കി. അവൾക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ കാര്യങ്ങൾ തന്നോട് പറയാൻ ഫോൺ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. സുധീഷിന്റെ വാക്കിൽ കേട്ട് ആവണി നടുങ്ങി. കൂടുതലൊന്നും പറയുന്നില്ല ബ്രദർ, ഹാപ്പി മാരീഡ് ലൈഫ്. അത്രയും പറഞ്ഞ് അഖിലേഷ് ഫോൺ കട്ട് ചെയ്തു. ഇനി അക്കാര്യത്ത് താൻ ടെൻഷൻ ആവണ്ട, എല്ലാം അഖിലേഷ് അറിഞ്ഞില്ലേ? അവളെ നോക്കി ചിരിച്ച ശേഷം സുധീഷ് അവിടുന്ന് പോയി. ഒന്നും ഉരിയാടാനാവാതെ ആവണി നിന്നു. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാനായി അഖിലേഷ് ആവണിയുടെ അമ്മയുടെ ഫോണിലേക്ക് കോൾ അയച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ സുധീഷിന്റെ വീട്ടിലേക്ക് ബന്ധുക്കൾ എത്തിത്തുടങ്ങി. ആവണി എടുക്കാനായി ഒരു ബ്യൂട്ടീഷ്യനും വന്നിരുന്നു. പ്രതിമ കണക്ക് അവൾ എല്ലാത്തിനും ഇരുന്ന് കൊടുത്തു. അവളുടെ മനസ്സിലൊരു കടൽ ഇരമ്പുന്നുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ വരുന്നയും വധുവിനെയും കൊണ്ട് കാർ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. പിന്നാലെ മറ്റുള്ളവരും. 4 മണിയോടെ റിസപ്ഷൻ ആരംഭിച്ചു. ആവണിയുടെ കണ്ണുകൾ ഓരോ നിമിഷം അഖിലേഷിനെ തിരഞ്ഞു. അവർക്ക് നേരെ കയ്യിലൊരു ഗിഫ്റ്റുമായി നടന്നു വരുന്ന അഖിലേഷിനെ അവന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ആവണിയുടെ ഹൃദയത്തിൽ പെരുമ്പറ മുഴങ്ങി.